കറുത്തവർ കാണാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് തന്റെ കാഴ്ചപ്പാടെന്ന് കലാമണ്ഡലം സത്യഭാമ ഉറച്ച് പറയുകയാണ്. താൻ സൗന്ദര്യമുള്ള ആളാണ്, സൗന്ദര്യം ആസ്വദിക്കുന്ന ആളാണ്. എന്നാൽ RLV രാമകൃഷ്ണന്റെ പേര് ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല. കലാഭവൻ മണിയെ മാത്രമേ അറിയൂ, സഹോദരനെ അറിയില്ലെന്നും സത്യഭാമ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കാണാൻ കൊള്ളില്ല, പെറ്റതള്ള സഹിക്കില്ല എന്നുള്ള പരാമർശമൊക്കെ ആരെ പറ്റിയാ പറഞ്ഞേ? ഏത് മോഹിനിയാട്ടക്കാരും കാണാൻ കൊള്ളില്ലാത്ത ഒരാൾ കളിക്കുമ്പോ നമ്മൾ പറയും, അത്രേ ഉള്ളൂ. കറുത്ത ആൾക്കാർ കാണാൻ കൊള്ളില്ലെന്ന് എന്റെ വ്യൂവിലല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ എടുത്തോ, ഞാൻ എന്ത് വേണം, നിങ്ങൾ എടുത്തോ നല്ല രീതിയിൽ. എനിക്കത് കൊള്ളൂല്ലെങ്കിലോ, എനിക്ക് ഇത്തിരി സൗന്ദര്യമുള്ള ആളാണ്, അപ്പൊ ഞാൻ സൗന്ദര്യത്തിന്റെ ആസ്വദിക്കുന്ന ആളാണ്. കലാഭവൻ മണീനെ നമുക്കൊക്കെ അറിയാം, സിനിമ നടൻ. പിന്നെ നിങ്ങൾ രണ്ടാമത് ചില പേരുകളൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു വ്യക്തിനെ അറിഞ്ഞൂടാ, അങ്ങനെ ഒരു പേരോ ഞാൻ ഒരു ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടു. കലയ്ക്ക് കുറച്ച് സൗന്ദര്യം വേണം, പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണം. ഞാൻ 66 വയസ്സായ ഒരാളാണ്. അപ്പോ അതിന്റെ സൗന്ദര്യത്തിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് തിയറിയിൽ പഠിക്കാനുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഇതിനകത്ത് ഡിപ്ലോമ എടുത്തവരാ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും നിങ്ങൾ ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് അയാളെ കുറിച്ചാ പറഞ്ഞേ, മറ്റേ കുട്ടീനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ എന്തിനാ പറയണ ചാനലുകാര്? അതിന്റെ ആവശ്യം എന്തോന്നാ? RLV എന്ന സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും പറയില്ല. RLV സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് SST കോളേജ്, പാലക്കാട് മ്യൂസിക് കോളേജ്, കേരള കലാമണ്ഡലം, ശങ്കര കോളേജ്, RLV കോളേജിൽ നിന്ന് ഞങ്ങൾ നൃത്താധ്യാപകർ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പൊതുവെ എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ച് പറയും.